ക്രിസ്തുമസ് വെക്കേഷൻ ആണ്. പക്ഷേ SSLC പഠിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും ഈ വെക്കേഷൻ ഇല്ല എന്നുള്ളതാണ് അത്ഭുതം. എന്റെ ഒരു സുഹൃത്ത് അധ്യാപിക എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവർക്ക് ക്രിസ്മസ് വെക്കേഷനിൽ സ്പെഷ്യൽ ക്ലാസ് വെച്ചിരിക്കുകയാണ് SSLC വിദ്യാർത്ഥികൾക്ക്. ഞാൻ അവരോട് ചോദിച്ചു, ഇത് എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ കാണിക്കുന്നത്? ആ കുട്ടികൾക്ക് വെക്കേഷൻ ആസ്വദിക്കേണ്ട സമയമാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ആനന്ദിക്കേണ്ട സമയത്തെ അപഹരിച്ചുകൊണ്ട് അവരെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസമല്ല നടത്തേണ്ടത്. പലപ്പോഴും മധ്യവേനൽ അവധി പോലും ഈ SSLC വിദ്യാർത്ഥികൾക്ക് കൊടുക്കാറില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുവാൻ 10 മാസം ലഭിക്കുന്നുണ്ട്. ഈ 10 മാസം കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സിലബസ് പഠിപ്പിച്ച് അവരെ നിങ്ങൾക്ക് ജയിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ല ഒരു അധ്യാപകരല്ല. ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞത് സ്കൂളിൽ നിന്നും പ്രഷറുണ്ട്, മാത്രമല്ല രക്ഷിതാക്കൾ പോലും ഈ കുട്ടികൾ വീട്ടിൽ ഇരിക്കുന്നത് താല്പര്യപ്പെടാത്തവരാണ്. കാരണം അവരുടെ പല കാര്യങ്ങളും ഈ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നടക്കില്ല, ജോലിക്ക് പോകുന്നതും മറ്റു കാര്യങ്ങളും. അതുകൊണ്ട് കുട്ടികളെ എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളി അവധിക്കാലത്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റ് കോഴ്സുകളിലേക്ക് വിടുവാനൊക്കെ ആഗ്രഹിക്കുന്ന അവരെ സംബന്ധിച്ച് ഈ വിദ്യാർത്ഥികൾക്ക് ഈ കൊടുക്കുന്ന സ്പെഷ്യൽ ക്ലാസ് അവർക്കിഷ്ടമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വിദ്യാഭ്യാസം ആസ്വദിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ പല കുട്ടികൾക്കും വിദ്യാഭ്യാസം ഭയമാണ്. സ്കൂളിൽ പോകുന്നത് പോലും അവർക്ക് ഇഷ്ടമില്ലാത്തതിന്റെ കാരണം അവർക്ക് കൊടുക്കുന്ന അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദമാണ്. ഈ ബാല്യകാലം അവർക്ക് ആസ്വദിക്കാനുള്ളതാണ്. വിദ്യാഭ്യാസത്തെ പീഡിപ്പിക്കുന്ന ഒരു പീഡന കാലമാക്കി ദയവ് ചെയ്ത് മാറ്റരുത്. രക്ഷിതാക്കളെയും അധ്യാപകരെയും ഞാൻ കുറ്റം പറയുന്നില്ല. ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരുപക്ഷെ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഇത് വിദ്യാഭ്യാസമല്ല, വിദ്യാ ആഭാസമാണ്. ഈ സമ്പ്രദായം മാറ്റിയിട്ട് വിദ്യാഭ്യാസത്തെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, സ്കൂളിലേക്ക് പോകുവാൻ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പഠന സംവിധാനം നമുക്ക് എന്നുണ്ടാകും.